നമസ്കാരം. വീട്ടമ്മാസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് വീട്ടമ്മാസിൻ്റെ എപ്പിസോഡിലൂടെ നമ്മൾ ഫിഷ് മോളി ആണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫിഷ് മോളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കരിമീനാണ് എടുത്തിട്ടുള്ളത്. ഒരു 4-5 കരിമീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു 3/4 ടീസ്പൂണോളം ഇട്ട് കൊടുത്തു. ഉപ്പ് പാകത്തിന്. അതുപോലെ ഒരു 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നു. പിന്നെ അതുപോലെ അടുത്തിട്ട് കൊടുക്കുന്ന കോൺഫ്ലോർ ആണ്. അപ്പോൾ കോൺഫ്ലോർ ഞാനൊരു 2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫിഷ് ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ കറി വയ്ക്കുന്നത്. അപ്പം നല്ല മാംസമൊക്കെ നന്നായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു അരമുറി നാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് പുരട്ടി ഒരു അരമണിക്കൂർ, ഒരു 3/4 മണിക്കൂറോളം മാറ്റി വയ്ക്കാം. അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് വറുക്കാനായിട്ട് എടുക്കാം. അപ്പോൾ ഒരു പാന് ചൂടാകുമ്പോഴത്തേക്ക് അതിൽ എണ്ണ ഒഴിച്ചു കൊടുത്തു. അതിൽ 2-3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന മീനിൻ്റെ കഷ്ണങ്ങൾ എല്ലാം കൂടി അരപ്പ് പറ്റി മാറ്റി വെച്ചിരുന്നില്ലേ, ആ മീനിൻ്റെ കഷ്ണങ്ങൾ നമ്മൾ വറുത്ത് കോരാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ മീൻ പൊരിക്കുന്നത് കണക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കേണ്ട, ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ മാത്രമായി കിട്ടിയാൽ മതി. കാരണം നമ്മളിതിന് കറി വയ്ക്കാനായിട്ട് പോവുകയാണ്. കറി വയ്ക്കുമ്പോഴത്തേക്ക് കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ സാധാരണ ഫിഷ് മോളി ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന മീനൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീനാണ് സാധാരണ ഫിഷ് മോളി ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് തിളച്ച് കഴിയുമ്പോഴത്തേക്ക്. അങ്ങനെ തിളയ്ക്കുമ്പോഴത്തേക്ക് പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് നമ്മൾ കറി വയ്ക്കുന്നത്. അപ്പോൾ എല്ലാ മീനിൻ്റെ കഷ്ണങ്ങളും ഇതുപോലെ വറുത്ത് കോരുക. അപ്പം മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം വറുത്ത് കോരിയിട്ടുണ്ട്. അപ്പം ആ വറുത്ത എണ്ണ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യാനായിട്ട് കറി വയ്ക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഒരു ചട്ടി വെച്ച് കൊടുത്തു, മൺചട്ടിയിലാണ് കുട്ടൻ വെക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ 2 വറ്റൽ മുളകും കൂടി പൊട്ടിച്ചിട്ട് കൊടുത്തു. ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും, വലിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു 1.5 കുടം ഓളം വെളുത്തുള്ളിയും നന്നായിട്ട് ചോപ്പ് ചെയ്ത് കൊത്തി അരിഞ്ഞ് വെച്ചിരുന്നത്, അല്ലെങ്കിൽ ചതച്ച് വേണമെങ്കിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മൊരിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സവോള ഞാനിവിടെ ഒരു 1.5 സവോള, ഒരിടത്തരം 1.5 സവോള എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സ്ലൈസ് ചെയ്തും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഉള്ളി വഴറ്റുമ്പോഴത്തേക്ക് സാധാരണ നമ്മൾ കറികൾ വഴറ്റുന്ന കണക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കേണ്ട, ജസ്റ്റ് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു വെളുത്ത് വരത്തില്ല, ആ ഒരു നിറം വരുന്ന വരെ നമുക്ക് ഉള്ളി മൂപ്പിച്ചാൽ മതി, ഉള്ളി വഴറ്റിയെടുത്താൽ മതി. ഇനി അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 2 പച്ചമുളകും കൂടി കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എരിവ് കുറച്ചുകൂടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പച്ചമുളകിൻ്റെ എരിവ് അനുസരിച്ച് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് വഴറ്റി യോജിപ്പിക്കുക. അപ്പോൾ ഉള്ളി ഇങ്ങനെ ആ ഒരു വെളുത്ത കളർ വരുമ്പോൾ നമുക്ക് അതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെയുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. ഇനി മല്ലിപ്പൊടിയാണ് ഇടുന്നത്. മല്ലിപ്പൊടി ഒരു 1.5 ടീസ്പൂണോളം, 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. പൊടികളൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് ടൊമാറ്റോ, ഞാനൊരു 2.5 ടൊമാറ്റോളം എടുത്തിട്ടുണ്ട്. ചെറിയ ടൊമാറ്റോ ആണ് എടുത്തത്. അപ്പോൾ അതിൽ നിന്നൊരു 3-4 കഷ്ണം മാറ്റി വെച്ചിട്ട് ബാക്കി ടൊമാറ്റോ ഇതുപോലെ വട്ടത്തിന് സ്ലൈസ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അത് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ടൊമാറ്റോ ആണ് ഞാനിവിടെ പുളിക്ക് വേണ്ടിയിട്ട് ചേർക്കുന്നത്. അപ്പോൾ ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് നമ്മൾ മീൻ വറുത്തയിലും ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം ഉപ്പ് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മസാല എല്ലാം മൊരിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. പക്ഷേ ഉള്ളി കരിയരുത് കേട്ടോ, അത് ശ്രദ്ധിച്ചോളണം. അതിൻ്റെ നിറം മാറും, കറിയുടെ നിറം മാറിപ്പോകും. അപ്പോൾ ഉള്ളി ഒരുപാടങ്ങ് മൂത്ത് പോകരുത്, അത് നിങ്ങൾ ശ്രദ്ധിച്ചോണേ. അപ്പോൾ ഇനി കഷ്ണങ്ങൾ ഓരോന്നായിട്ടിട്ട് അരപ്പും ഒക്കെ ആയിട്ടൊന്ന് കൂടി വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കഷ്ണങ്ങൾ ഇട്ടതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് സിമ്മിൽ ഇട്ട്, സിം ടു മീഡിയം ഇട്ട് ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് തുറന്ന് നോക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം മസാലയൊക്കെ നമ്മുടെ മീൻ വറുത്തയിലോട്ട് പിടിച്ചിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് തേങ്ങാപ്പാൽ ഇതിപ്പം 2ാം പാലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അത് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള, അതായത് മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള 2ാം പാൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇനി നമ്മൾ ഒന്നും
കഴിവതും സ്പൂൺ ഇടാതിരിക്കുക, അല്ലെങ്കിൽ തവിയൊന്നും ഇട്ട് ഇളക്കാതിരിക്കുക. ഒന്ന് കഷ്ണങ്ങളൊക്കെ ഒന്ന് ഇളക്കി ജസ്റ്റ് ഒന്ന് അതിൽ തേങ്ങാപ്പാലിൽ മുങ്ങിക്കിടക്കുന്ന പരുവത്തിലൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക കേട്ടോ. ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം അടച്ച് വയ്ക്കുക. അടച്ച് വെച്ചിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതേ മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തിളച്ച് വരുമ്പോഴത്തേക്ക് ഞാൻ ഒരു നുള്ള് ഉലുവാപ്പൊടിയും 2 നുള്ള് ഗരം മസാലയുടെ പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു പുളിക്ക് വേണ്ടി ഞാൻ ടൊമാറ്റോ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചിലർ നാരങ്ങ നീര് ഉപയോഗിക്കാറുണ്ട്, ചിലർ വിനാഗിരി ഉപയോഗിക്കാറുണ്ട്. ടൊമാറ്റോ ആണ് എനിക്കിഷ്ടം, അത് കാരണം ഞാൻ ടൊമാറ്റോ യൂസ് ചെയ്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് ചാറ് കുറുകി വരണം. അപ്പോൾ കണ്ടു, അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത് തേങ്ങാപ്പാൽ കുറേയൊക്കെ വറ്റി ചാറ് കുറുകിയിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് കുറുകട്ടെ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. സ്പൂണൊന്നും ഇട്ട് പിന്നെ ഇളക്കി കൊടുക്കരുത്, കഷ്ണങ്ങൾ പൊടിഞ്ഞു പോവും. ഇപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഉപ്പൊന്ന് നോക്കണമല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഉപ്പ് പാകത്തിനുണ്ട്. അപ്പം നമുക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ ചാറ് നന്നായിട്ട് കുറുകിയതിന് ശേഷം വേണം 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ 1-ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ചൂടാവുക വേണ്ടു. അപ്പോൾ ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിൽ നമ്മൾ എടുത്ത് മാറ്റി വെച്ചിരുന്ന തക്കാളിയുടെ കഷ്ണങ്ങളുണ്ടല്ലോ, അതും കൂടി ഇട്ടതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും വിതറി കുറച്ച് പച്ച വെളിച്ചെണ്ണയും മേളിലോട്ട് ഒഴിച്ചതിന് ശേഷം അടച്ചു വയ്ക്കാം. പിന്നെ നമ്മൾ എപ്പോഴാണോ സെർവ് ചെയ്യാനായിട്ട് എടുക്കുന്നത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് സെർവ് ചെയ്യാൻ എടുക്കാവൂ. അപ്പോഴത്തേക്ക് ചാറെല്ലാം കഷ്ണത്തിലൊക്കെ നന്നായിട്ട് പിടിച്ചിരിക്കും. അപ്പോൾ നമ്മൾ കറി വെച്ചിട്ട് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് എടുക്കുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടിരിക്കുക. അപ്പോഴത്തേക്ക് അതിപ്പോൾ ഫിഷ് മോളി നമ്മുടെ ഫിഷ് മോളി റെഡി ആയിട്ടുണ്ട്. ഫിഷ് മോളി നമുക്ക് ബ്രെഡിൻ്റെ കൂടെ കഴിക്കാം, അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം, അതുപോലെയുള്ള സാധനങ്ങളുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാം, ഒക്കെ കഴിക്കാം. പലഹാരങ്ങളുടെ കൂടെ കഴിക്കാനാണ് കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട് തോന്നുന്നത്. ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കെൻ്റെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്.